PSC പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റാണോ നിങ്ങൾ? എങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു വീഡിയോ ഫുള്ള് കേൾക്കണം. നിങ്ങളെപ്പോലെ പല എക്സാംസ് എഴുതിയ ശേഷമാണ് എനിക്ക് അവസാനമായിട്ട് ഒരു എക്സാമിന് ഫസ്റ്റ് റാങ്ക് കിട്ടുകയും ജോലി കിട്ടുകയൊക്കെ ചെയ്തത്. അതുവരെയുള്ള പല എക്സാംസിനും ഞാൻ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ ചില എക്സാമിന് ലിസ്റ്റിൽ വരാറ് പോലുമില്ലായിരുന്നു. പക്ഷേ അതിൽ നിന്നൊക്കെ ഞാൻ കുറേ കാര്യങ്ങൾ പഠിച്ചു. അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. റാങ്ക് നേടുന്നവരൊന്നും നിങ്ങൾക്ക് പറഞ്ഞു തരാത്തൊരു കാര്യമുണ്ട്. അവരെങ്ങനെ പഠിക്കുന്നു, എത്ര മണിക്കൂർ പഠിച്ചു എന്നൊക്കെ പറഞ്ഞു തരും. പക്ഷേ ഇതിലെല്ലാം പ്രധാനമായിട്ട് നമുക്ക് വേണ്ട ഒരു കാര്യമുണ്ട്. അതാണ് വാശി. നമ്മളൊരു മത്സര പരീക്ഷയ്ക്ക് പഠിക്കുമ്പോൾ പലപ്പോഴും പകുതിയാകുമ്പോൾ നമുക്കൊരു മടുപ്പ് വരും, അല്ലെങ്കിൽ കോൺഫിഡൻസ് ഇല്ലായ്മ വരും. എന്നെയും കൊണ്ട് ഇത് കൂട്ടിയാൽ പറ്റുമോ, അല്ലെങ്കിൽ ഞാൻ വിചാരിച്ചാൽ റാങ്ക് നേടാൻ പറ്റുമോ, എന്നേക്കാളും കൂടുതൽ നന്നായിട്ട് പഠിക്കുന്നവരുണ്ടാവും, പല കോച്ചിങ് സെൻ്ററുകളിൽ പഠിക്കുന്നവരുണ്ടാവും. അപ്പോൾ അവരോടൊക്കെ പിടിച്ചു നിൽക്കാൻ പാടായിരിക്കും എന്നൊക്കെ ഇങ്ങനെ ഒരു നിരാശ നമ്മുടെ മനസ്സിലേക്ക് വരും. നമ്മൾ എത്രയൊക്കെ അതിനെ ഓവർകം ചെയ്താലും പിന്നെയും ഇടയ്ക്കിടയ്ക്ക് ഇത് നമ്മുടെ മനസ്സിലേക്ക് വരും. അപ്പോൾ നമ്മുടെ പഠന നിലവാരം താഴേക്ക് പോകും. ഇങ്ങനെ ഗ്രാഫ് കൂടുകയും കുറയുകയും ചെയ്യും. അതാണ് പലപ്പോഴും PSC പഠിക്കുമ്പോഴുള്ള പ്രശ്നം. പക്ഷേ ഇവിടെ നമുക്ക് വേണ്ടത് മറ്റുള്ളവരെ എല്ലാം തോൽപ്പിക്കും എന്ന വാശി തന്നെയാണ്. പലപ്പോഴും നമ്മൾ ജീവിതത്തിൽ പല കാര്യങ്ങളിലും വാശി കാണിക്കുന്നത് അത്ര നല്ലതല്ല, അല്ലേ? കാരണം മറ്റൊരാളെ തോൽപ്പിക്കുക എന്ന് പറയുന്നത് അത്ര നല്ലൊരു ക്വാളിറ്റി ഒന്നുമല്ല. പക്ഷേ നമുക്ക് പഠനത്തിൻ്റെ കാര്യത്തിൽ കുറച്ച് വാശിയും കാര്യങ്ങളും കൊണ്ടുവരുന്നത് നല്ലതാണ്. കാരണം അത് ഹെൽത്തി ആയിട്ടുള്ള ഒരു മത്സരമാണ്. നിങ്ങൾ മറ്റൊരാളെ തോൽപ്പിക്കണം എന്ന് വിചാരിക്കുന്നത് ഒരിക്കലും തെറ്റല്ല. കാരണം നിങ്ങളെ അവർക്കും തോൽപ്പിക്കാം. നിങ്ങളെ നന്നായിട്ട് ഒന്നുകൂടെ പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് നിങ്ങളെയും തോൽപ്പിക്കാമല്ലോ. അപ്പോൾ അതൊരു ഹെൽത്തി ആയിട്ടുള്ള മത്സരമാണ്. ഒരു പരീക്ഷ എന്ന് പറയുമ്പോൾ അതിലെല്ലാവർക്കും ഒന്നാം റാങ്ക് കൊടുക്കാൻ പറ്റില്ല, ഒരാൾക്കേ കൊടുക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അവിടെ നമുക്ക് വാശിയാണ് വേണ്ടത്. മാത്രവുമല്ല, പരീക്ഷ എഴുതുന്നത് നമ്മൾ ചാരിറ്റിക്ക് വേണ്ടിയിട്ടല്ലല്ലോ, എല്ലാവരും സക്സസ് ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ജോലി അത്യാവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് വാശിയാണ് വേണ്ടത്, അവിടെ നിരാശയല്ല ഒരിക്കലും വേണ്ടത്. ആരൊക്കെ എത്ര കോച്ചിങ് സെൻറ്ററിൽ പോയി പഠിച്ചാലും എത്ര നേരം പഠിച്ചാലും ഞാൻ തന്നെ ഫസ്റ്റ് റാങ്ക് നേടും, അതിനുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യും എന്നൊരു വാശിയാണ് ഡെയിലി നിങ്ങൾക്ക് വേണ്ടത്. നിങ്ങൾ ഓർക്കുക, നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടി ഒരു ദിവസം 6 മണിക്കൂർ വരെ പഠിക്കുന്നുണ്ടാവും. സോ ഞാൻ ആ 6 മണിക്കൂർ എന്നുള്ളത് ഞാൻ 7 മണിക്കൂറാക്കി പഠിക്കും എന്നൊരു വാശിയാണ് വേണ്ടത്. നമ്മൾ രാത്രിയും പകലും ഒക്കെ ഉറക്കം ഉളച്ച് പരമാവധി പഠിച്ചു തുടങ്ങും. അങ്ങനെ പഠിച്ചു എന്ന് കരുതി നമ്മുടെ ആരോഗ്യത്തിനും അധികം കുഴപ്പമൊന്നും വരികയില്ല. അതായത് നമ്മൾ പരീക്ഷ അടുപ്പിച്ചാണല്ലോ ഇത്രയും പഠിക്കുന്നത്. പരീക്ഷയ്ക്ക് 2-3 മാസം മുമ്പായിരിക്കും ഇത്ര വാശിക്ക് പഠിക്കുന്നത്. ആ ഒരു 3 മാസം കുറച്ച് റെസ്റ്റ് ഇല്ലാതെ പഠിച്ചൊന്നും കരുതി കുഴപ്പമൊന്നും വരില്ല. ജീവിതകാലം മുഴുവനല്ലല്ലോ. പലരും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസാണ്, 8 മണിക്കൂർ ഉറങ്ങിയില്ലെങ്കിൽ കുഴപ്പമില്ലേ, 7 മണിക്കൂർ ഉറങ്ങണ്ടേ എന്നൊക്കെ. അത് ഒരു പരീക്ഷ എടുക്കുന്ന സമയത്ത് അത് ഇച്ചിരി കുറച്ചൊന്നും ചെയ്തിട്ടൊന്നും കുഴപ്പമൊന്നുമില്ല. നമുക്കിപ്പോൾ മൈഗ്രെയിൻ പോലെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾ നല്ലതായിട്ട് ഉറങ്ങുക. വേറെ ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഇല്ലെങ്കിൽ കുറച്ച് നാളൊന്നും ഉറക്കം കുറഞ്ഞു നിന്നിട്ട് ഒരു കുഴപ്പവും വരാൻ പോകുന്നില്ല. നമ്മൾ ഒരു വർഷമൊക്കെ കണ്ടിന്യൂസ് അങ്ങനെ ഉറങ്ങാതിരിക്കുമ്പോഴാണ് പ്രശ്നം വരുന്നത്. 2-3 മാസം കുറച്ച് നേരം ഉറങ്ങിയുള്ളൂ എന്നിട്ട് ഒരു കുഴപ്പവും വരാനില്ല. നിങ്ങളതൊക്കെ എക്സ്ക്യൂസ് പറയുന്നതാണ്. അത് കുഴപ്പമില്ലേ ഇത് ചോദിക്കുന്നത് തന്നെ എക്സ്ക്യൂസാണ്. ഒരാൾക്ക് ജീവിതത്തിൽ വിജയിക്കണം, അവന് പഠിച്ചവൻ്റെ കുടുംബത്തിനെ നോക്കണം എന്നൊരു വാശി ആഗ്രഹം ഉണ്ടെങ്കിൽ മറ്റൊരു പ്രതിബന്ധവും അവൻ്റെ മുമ്പിൽ ഉണ്ടാവുകയില്ല. മറ്റൊരു വലിയ എക്സ്ക്യൂസാണ്, എനിക്ക് ഫാമിലി ഉണ്ട്, കുഞ്ഞുങ്ങളെ നോക്കണം, സമയം കിട്ടുന്നില്ല. അതൊക്കെ വെറുതെ ഒഴിവുകഴിവുകളാണ്. കാരണം എത്രയോ പെൺകുട്ടികൾ 2-3 കുട്ടികളെയൊക്കെ വെച്ചിട്ട് അവർ നല്ല മാർക്ക് വാങ്ങി ജോലി വാങ്ങുന്നു. എത്ര പേരുടെ ഇൻ്റർവ്യൂ നമുക്ക് യൂട്യൂബിൽ കാണാം. അവർക്കെല്ലാം കുട്ടികളുള്ളതാണ്, ജോലി തിരക്കുകളുള്ളതാണ്. പക്ഷെ എന്നാലും അവർ സമയം കണ്ടെത്തി പഠിക്കും. അവിടെ എക്സ്ക്യൂസ് ഇല്ല. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ഒഴിവുകഴിവുകളാണ്. ആർക്ക് വേണമെങ്കിലും പഠിച്ച് നേടാവുന്ന ഒരു കാര്യമാണ് PSC എന്ന് പറയുന്നത്. പക്ഷെ അതിന് നമുക്ക് കുറച്ച് സ്മാർട്ട് വർക്കും ഹാർഡ് വർക്കും ഒക്കെയാണ് വേണ്ടത്. അല്ലാതെ ഞാൻ വെറുതെ PSCക്ക് പഠിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു കോച്ചിങ് സെൻറ്ററിൽ ജോയിൻ ചെയ്യുക, ഏതെങ്കിലും ഒരു റാങ്ക് ഫയൽ പഠിക്കുക, അങ്ങനെ പഠിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല. നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഒരു സ്പാർക്ക് വേണം. ആ സ്പാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ എപ്പോഴും പഠിക്കാൻ കഴിയുള്ളൂ. അല്ലാതെ ആരെങ്കിലും ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് പഠിക്കുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് PSCയിൽ എങ്ങും എത്താൻ കഴിയില്ല. എനിക്ക് ജോലി കിട്ടണം എന്നൊരു സ്പാർക്ക് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ PSC നേടിയിരിക്കും.